അപ്പോൾ നമ്മുടെ വരാൻ പോകുന്ന ഡ്രൈവർ പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് മാത്സിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗം, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചു പോയ കുറേയധികം മുൻവർഷ ചോദ്യങ്ങൾ ടൈപ്പായിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നും അറിയാത്ത എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ടോപ്പിക്കിനകത്തു നിന്നുള്ള പരമാവധി ചോദ്യങ്ങളാണ് നിങ്ങളെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വരാൻ പോകുന്ന പരീക്ഷകളായ നമ്മുടെ പോലീസ് ഡ്രൈവർ ആണെങ്കിലും ഫയർ ഡ്രൈവർ ആണെങ്കിലും അതുപോലെ ഫോറസ്റ്റ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള എല്ലാ എക്സൈസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള എല്ലാ ഡ്രൈവർ പരീക്ഷകൾക്കും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ എഴുതാൻ പോകുന്ന ഈ ഒരു മത്സര പരീക്ഷയിലെ മാത്സിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് നമ്മൾ പഠിച്ചു പോയ ഭാഗമാണ്. എത്രയോ നാളിന് മുമ്പ് നമ്മൾ മാത്സ് ഒക്കെ കളഞ്ഞിട്ട് അതിനുശേഷം മറ്റുള്ള കോഴ്സുകളൊക്കെ എടുത്ത് ഈ ഡ്രൈവർ പരീക്ഷയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ മാത്സ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് മാത്സ് ഒക്കെ ഉൾപ്പെടുത്തിയത്. മാത്സ് ഉൾപ്പെടുത്തിയപ്പോൾ നമ്മൾ പണ്ട് അടിസ്ഥാനമില്ലാതിരുന്ന ഒരുപാട് പേരുണ്ട്. അവര് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാല് നിങ്ങൾ മാത്സിന്റെ അടിസ്ഥാനം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. സംഖ്യകളെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാകണം. അവിടുന്ന് പതിയെ തുടങ്ങി സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ഒരു 6-7 മണിക്കൂർ പഠിക്കാനുള്ള സാധനങ്ങളുണ്ട്. അവിടുന്ന് തുടങ്ങി പതിയെ ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകള്, കൃത്യംഗ സംഖ്യകള്, ഇങ്ങനെ പതിയെ 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 പഠിച്ച് ആ ഒരു ബേസ്മെന്റ് ഒരു 10-20 മണിക്കൂർ എടുത്തുനിന്ന് സ്ട്രോങ് ആക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാന്, ബാക്കിയുള്ള സിലബസിനകത്തെ ഓരോ ടോപ്പിക്കുകളിലേക്ക് പോകുവാൻ. അല്ലാതെ ചാടിക്കറി ആദ്യമേ അങ്ങോട്ട് പോയിട്ട് പലിശ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടാവും. ഇപ്പോ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കാൻ ഏകദേശം 10-20 മണിക്കൂറോളം വേണ്ടി വരും. അതിനുശേഷം വേണം മാത്സിനകത്തെ ഓരോ ടോപ്പിക്കുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് അതിന്റെ കോൺസെപ്റ്റുകൾ അറിഞ്ഞ് ഇനി പിന്നെ അതിനുശേഷം നമ്മൾ PYQ എടുത്ത് വൃത്തിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ആ 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അടിക്കുവാൻ സാധിക്കും. അപ്പോൾ ഏതൊരു ഡ്രൈവർ പരീക്ഷയ്ക്ക് പോകുമ്പോഴും നിങ്ങൾ ഇങ്ങനെ ഒരു സിലബസ് ആയിരിക്കും കാണുന്നത്. അതിനകത്ത് മാത്സിന്റെ ചോദ്യങ്ങൾ 10 ചോദ്യങ്ങൾ കാണും. മാത്സിനകത്തെ ആ 10 ചോദ്യങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. 10 ചോദ്യവും അടിക്കാൻ പറ്റും. കാരണം അപ്ഡേറ്റ്സുകളില്ല. നിങ്ങൾ ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ PYQ മാത്രം ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മാത്സിനകത്ത മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്ഡേറ്റ്സുകൾ ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാത്സ് എന്ന് പറഞ്ഞാല് മാത്സ് ഡ്രൈവർ പരീക്ഷകൾ ഉൾപ്പെടുത്തിയത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ കാണുന്നത്. കാരണം പഠിച്ചു കഴിഞ്ഞാല് ഉറപ്പായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് ഏത്, ഈ മാത്സ് എന്ന് പറയുന്ന ഭാഗം. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാൻ. അതേപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. എക്സൈസ് ആണെങ്കിൽ എക്സൈസിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക്, അതേപോലെ പോലീസ് ആണെങ്കിൽ പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക്, അതേപോലെ നമ്മുടെ ഫയർ ആണെങ്കിൽ ഫയറിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക്, അതേപോലെ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫോറസ്റ്റ് ഡ്രൈവർ പരീക്ഷയാണെങ്കിൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്പെഷ്യൽ ടോപ്പിക് ആയിരിക്കും. അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിനകത്തുനിന്ന് 30 ചോദ്യങ്ങൾ കാണും. 30, 20, 50 മാർക്ക് വരുന്നത് ഈ 2 ഭാഗത്താണ്. ബാക്കി 10 മാർക്ക് വരുന്നത് മാത്സ് ആണ്. അപ്പൊ അതിന് എത്രയായി? 60ആയി. 10 മാർക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ട്, 70 മാർക്കായി. ബാക്കിയുള്ള ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും അതേപോലെ നമ്മുടെ എക്കണോമിക്സ് ഒക്കെ ആണെങ്കിൽ ചെറിയ മാർക്കുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. കണ്ടോ, അവിടെ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തുനിന്ന് 6 ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് കുറച്ച് സമയം മാത്രമാണ് പഠിക്കാൻ കിട്ടുന്നത്. ഒരു ദിവസത്തില് കുറച്ച് സമയം മാത്രമേ പഠിക്കാൻ കിട്ടത്തുള്ളൂ. പക്ഷേ ആ കിട്ടുന്ന സമയത്ത് ഇത്തരത്തില് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ നിങ്ങൾ പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. എല്ലാ ദിവസവും എന്തായാലും പകുതി സമയം ഏത് ടോപ്പിക് ആയിരിക്കണം? സ്പെഷ്യൽ ടോപ്പിക്കും അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ,
അതിന് ഒരു ദിവസം നിങ്ങൾ 5 മണിക്കൂറാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 3 മണിക്കൂർ ഈ 2 ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ബാക്കിയുള്ള സമയം നിങ്ങൾ മാത്സ് പോലെ അതുപോലെ തന്നെ ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള വിഷയങ്ങൾക്ക് ബാക്കിയുള്ള സമയങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ എന്ന് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുവാണ്. മാത്സിനകത്ത് ഒരു 12 ചാപ്റ്ററും മെന്റൽ എബിലിറ്റിക്കകത്ത് 13 ചാപ്റ്ററും ഉൾപ്പെടെ മാത്സ് റീസണിങ് ഭാഗങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചാല് 25 ടോപ്പിക്കുകൾ കാണും. സോ ആ 25 ടോപ്പിക്കുകളും നിങ്ങൾ ചെയ്തു പഠിച്ചു വേണം മുമ്പോട്ട് പോകുവാൻ എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ, ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞാല് പ്രവൃത്തിയും സമയവും എന്ന് പറയുന്ന ചാപ്റ്റർ സിലബസിനകത്തേക്ക് വരുമ്പോൾ മാത്സിനകത്ത് ദാ കിടക്കുന്നു. 8ാമത് വരുന്ന ചാപ്റ്റർ ആണ് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ചാപ്റ്റർ ആണ് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. ഒന്നുമില്ല. സോ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങൾ നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് ടൈപ്പ് 1 ഓരോ ചോദ്യങ്ങൾ പതിയെ 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 ചെയ്ത് പഠിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കുവാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ കഴിഞ്ഞ 2021 മുതൽ ഇങ്ങോട്ടുള്ള PYQ ചെയ്ത് അങ്ങ് പഠിക്കുക. സംഭവം സെറ്റായിട്ട് കിട്ടും. സോ അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാല് എടാ മക്കളെ LCM മെത്തേഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അപ്പോൾ LCM മെത്തേഡ് വഴിയാണ് ഈ ചോദ്യങ്ങൾ ഓരോന്നും നമ്മൾ ചെയ്ത് പഠിക്കുവാൻ പോകുന്നത്. LCM കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഏറ്റവും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ LCM കണ്ടുപിടിക്കാൻ നമ്മൾ ഘടകക്രിയ ചെയ്തിട്ടല്ലേ, വരച്ച് ഘടകക്രിയ ചെയ്തിട്ടല്ലേ കണ്ടുപിടിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാല് 4ന്റെയും 8ന്റെയും 12ന്റെയും LCM എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ ഘടകക്രിയ ചെയ്യും, താഴോട്ട് ഘടകക്രിയ അല്ലെ. തന്നിരിക്കുന്ന 3 സംഖ്യകളെയും 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. സോ അപ്പൊ നമുക്ക് 4 കൊണ്ട് ഘടകക്രിയ ചെയ്യാം. ഘടകക്രിയ ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക എന്നാണ് അർത്ഥം. 4ന് 4 കൊണ്ട് ഹരിച്ച 1, 8ന് 4 കൊണ്ട് ഹരിച്ച 2, 12ന് 4 കൊണ്ട് ഹരിച്ചാൽ 3. കണ്ടോ, ഇനി ഒരു ഘടകക്രിയ പോസിബിൾ അല്ല. അപ്പൊ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം, എന്നിട്ട് എല്ലാം കൂടെ ഗുണിക്കണം. സോ അങ്ങനെയാണെങ്കിൽ LCM എന്ന് പറഞ്ഞാൽ ഇവിടെ മക്കളെ 3ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 6, 6ഉം 1ഉം കൂടെ ഗുണിച്ചാൽ 6, 6 × 4 24. അങ്ങനെ LCM നമുക്ക് എത്ര കിട്ടി? 24 എന്ന് കിട്ടി. ഇത്രേ ഉള്ളൂ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമോ? ഇനി മറ്റൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്ക് 4ന്റെയും 8ന്റെയും 12ന്റെ LCM വേണം. അപ്പൊ നമ്മൾ വന്നെങ്കിൽ ഘടകക്രിയ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യകളിലേക്ക് നിങ്ങൾ നോക്കണം. ആ തന്നിരിക്കുന്ന സംഖ്യകൾ ഒരിക്കൽ കൂടി നിങ്ങൾ നോക്കുക. ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകള് 4, 8, 12. എടാ തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ, തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും LCM. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 12. 12നെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. പക്ഷെ 8 കൊണ്ട് പറ്റുമോ? ഇല്ല. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ 12 ആയിരുന്നു LCM. അങ്ങനെ അത് നടക്കത്തില്ലെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യയുടെ അടുത്ത മൾട്ടിപ്പിൾ, അടുത്ത ഗുണിതത്തിലേക്ക് പോകണം. 12ന്റെ അടുത്ത ഗുണിതം എന്ന് പറഞ്ഞാൽ 12 2 24 ആണ്. ആ 24നെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും, 8 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് 24 ആണ് LCM എന്ന് പറയാം. സിമ്പിൾ അല്ലേ? അപ്പൊ LCM കണ്ടുപിടിക്കാനുള്ള ട്രിക്ക്, തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും LCM. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യയുടെ അടുത്ത മൾട്ടിപ്പിളിലേക്ക് പോവുക. അവിടെയും പറ്റിയില്ലെങ്കിൽ അതിനടുത്ത 3ാമത്തെ ഗുണിതത്തിലേക്ക് പോവുക. അവിടെയും പറ്റിയില്ലെങ്കിൽ 4ാമത്തെ ഗുണിതത്തിലേക്ക് പോവുക. അതിനപ്പുറത്തേക്ക് ചോദ്യകർത്താവ് ഇടത്തില്ല. അങ്ങനെയാണ് കേട്ടോ, ടൈം ആൻഡ് വർക്കിനകത്ത് അങ്ങനെ. ഓക്കെ, 1ാമത്തെ ചോദ്യം ഇതാ പിടിച്ചു.
എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അതേ ജോലി 15 ദിവസം കൊണ്ടും പൂർത്തിയാക്കും. രണ്ടുപേരും കൂടെ ഒരുമിച്ചാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും എന്നാണ് ചോദിച്ചത്. അപ്പോൾ എടാ മക്കളെ, എ ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ബി അതേ ജോലി 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എ 10, ബി 15. ഒന്നാമത്തെ സ്റ്റെപ്പ്, തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കണം. അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. ഒന്നും കൂടെ പറഞ്ഞേ. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. അപ്പോൾ 10, 15 തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിച്ചിട്ട് അതിനെ ടോട്ടൽ വർക്ക് ആയിട്ട് പരിഗണിക്കുക. 10ന്റെയും 15ന്റെയും LCM വേണം. ഏറ്റവും വലിയ സംഖ്യ ഏതാ? ഏറ്റവും വലിയ സംഖ്യ 15. എടാ മക്കളെ, 15നെ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അങ്ങനാണെങ്കിൽ ആ 15ന്റെ അടുത്ത മൾട്ടിപ്പിളിലേക്ക് പോകണം. അടുത്ത ഗുണിതം 15ന്റെ രണ്ടാമത്തെ ഗുണിതം 30 അല്ലേ? 30നെ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് 30 LCM. സോ അതിനെ നമ്മൾ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. ടോട്ടൽ വർക്ക്. ഇനി 10 ദിവസം കൊണ്ടാണ് 30 ജോലി ചെയ്യുന്നത്. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 30. 10 ദിവസം കൊണ്ട് 30 ജോലി ചെയ്താൽ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവ് എത്ര എന്ന് ചോദിച്ചാൽ 30/10 3 ജോലിയല്ലേ? ആണ്. കാരണം 10 ദിവസം കൊണ്ടാണ് 30 ജോലി ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ദിവസം ചെയ്യുന്നത് 30/10 3 മനസ്സിലായി. 15 ദിവസം കൊണ്ട് 30 ജോലി ചെയ്താൽ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവെന്ന് പറഞ്ഞാല് 30/15 2 ജോലിയാണെന്ന് മനസ്സിലായി. അപ്പോൾ എ ഒരു ദിവസം ചെയ്യുന്നത് 3 ജോലിയാണ്, ബി ഒരു ദിവസം ചെയ്യുന്നത് 2 ജോലിയാണ്. എ ഒരു ദിവസം എത്ര ജോലി ചെയ്യും? എ ഒരു ദിവസം ചെയ്യുന്നത് 3 ജോലി, ബി ഒരു ദിവസം ചെയ്യുന്നത് 2 ജോലി. സോ അങ്ങനാണെങ്കിൽ എടാ എയും ബിയും കൂടെ ചേർന്നാല് ഒരു ദിവസം ചെയ്യുന്നത് 3ഉം 2ഉം 5 ജോലി അല്ലേ? ആണ്. എ ഒരു ദിവസം 3 ജോലി ചെയ്യും, ബി ഒരു ദിവസം 2 ജോലി ചെയ്യും. എയും ബിയും കൂടെ ചേർന്നിട്ട് ഒരു ദിവസം 3ഉം 2ഉം 5 ജോലിയാണ് ചെയ്യുന്നത്. നമുക്ക് തീരേണ്ടത് 30 ജോലിയാ. കണ്ടോ, ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 30. എയും ബിയും കൂടെ ഒരു ദിവസം 5 ജോലി ചെയ്യും. നമുക്ക് തീരേണ്ടത് 30 ജോലിയാ. ഒരു ദിവസം 5 ജോലി വെച്ച് ചെയ്താൽ 30 ജോലി തീരാൻ എത്ര ദിവസം എടുക്കും? അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഒരു ദിവസം 5, അടുത്ത ദിവസം 5, അതിനടുത്ത ദിവസം 5, അതിനടുത്ത ദിവസം 5, അതിനടുത്ത ദിവസം 5, അങ്ങനെ 6ാമത്തെ ദിവസം ആവുമ്പോൾ 6, 5, 30 ജോലി തീരത്തില്ലേ? അപ്പൊ ഉത്തരം എത്ര? 6 ദിവസം എന്ന് വരും. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ മനസ്സിൽ കൂട്ടണ്ട. തീരേണ്ടത് എത്ര? എടാ തീരേണ്ടത് 30 ഡിവൈഡഡ് ബൈ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവ് എത്ര? 5. 30/5 എത്ര? 6. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം 6 ദിവസം കൊണ്ട് ആ വർക്ക് അവിടെ തീരും എന്നുള്ളതായിരുന്നു ആൻസർ. കണ്ടോ, എയും ബിയും കൂടെ ഒരുമിക്കുവാണെങ്കിൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തീകരിക്കും എന്നാണ് ചോദിച്ചത്. ഉത്തരം 6 ദിവസം. സിമ്പിൾ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ചില്ലേ? അത്രേ ഉള്ളൂ. അതായത് ഓരോ ദിവസവും ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കുക. അപ്പൊ എയും ബിയും കൂടെ 3ഉം 2ഉം 5 വർക്കാണ് ഒരു ദിവസം ചെയ്യുന്നത്. നമുക്ക് തീരേണ്ടത് 30 ജോലിയാണ്. സോ എത്ര ദിവസം വേണം എന്നാണ് ചോദിച്ചത്. 30നെ 5 കൊണ്ട് ഹരിക്കുക, ആൻസർ 6 എന്ന് വരും. സിമ്പിൾ. സോ അതേ മോഡലിലെ ഒരു ചോദ്യം കൂടെ പിടിച്ചു. അതാ പിടിച്ചു. എ ഒരു ജോലി 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എ ഒരു ജോലി 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ബി അതേ ജോലി 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിച്ച് അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. 6ന്റെയും 4ന്റെയും LCM ഏറ്റവും വലിയ സംഖ്യ 6. 6നെ
4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 6ന്റെ അടുത്ത മൾട്ടിപ്പിൾ, അടുത്ത ഗുണിതം പിടിക്കണം. 6ന്റെ രണ്ടാമത്തെ ഗുണിതം ഏതാ? 6 2 12. 12നെ 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. അങ്ങനെയാണെങ്കിൽ 12 LCM. അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. ഇനി ഓരോ ദിവസത്തെ വർക്ക് നിങ്ങൾ കണ്ടുപിടിക്കണം. 6 ദിവസം കൊണ്ടാണ് 12 ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 2 ജോലി. 12/6 2. 4 ദിവസം കൊണ്ടാണ് 12 ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവ് 12/4 3 ജോലിയാണെന്ന് മനസ്സിലായി. അങ്ങനെ എയും ബിയും കൂടെ ചേർന്നിട്ട് ഒരു ദിവസം ചെയ്യുന്നത് 2 3 5 ജോലിയാണ്. എടാ, എയും ബിയും കൂടെ ഒരു ദിവസം ചെയ്യുന്നത് 5 ജോലിയാ. നമുക്ക് തീരേണ്ടത് 12. ദിവസങ്ങളുടെ എണ്ണമാണ് വേണ്ടത്. ഒരു ദിവസം 5 ജോലി ചെയ്താൽ 2 ദിവസം ആവുമ്പോൾ 10 ആവും, 3 ദിവസം ആവുമ്പോൾ 15 ആവും. നമുക്കാകെ 12 ജോലിയേ ഉള്ളൂ. സോ മൊത്തത്തിൽ തീരേണ്ടത് 12. ഒരു ദിവസം ചെയ്യുന്നത് 5. 12നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. 12നെ 5 കൊണ്ട് ഹരിച്ചാൽ ആൻസറായി. സ്വാഭാവികമായിട്ടും 12നെ നിങ്ങൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ പോയിന്റ് ഉള്ള സംഖ്യയൊക്കെ വരും. പിന്നെ നമ്മൾ സാധാരണ ദിവസങ്ങളുടെ എണ്ണം പോയിന്റിൽ പറയാറില്ല. അതുകൊണ്ട് 12നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 12/5 എന്ന് പറഞ്ഞാല് ഒരു വിഷമ ഭിന്നമാണ്. അംശം വലുതും ഛേദം ചെറുതുമാണെങ്കിൽ അത്തരം ഭിന്നസംഖ്യകളെ പറയുന്ന പേര് വിഷമ ഭിന്നം എന്നാണ് പറയുന്നത്. സോ വിഷമ ഭിന്നത്തിനെ ഒന്ന് പിടിച്ച് കുലുക്കുവാണെങ്കിൽ അവൻ മിശ്ര ഭിന്നമായിട്ട് മാറും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എളുപ്പമാ. വിഷമ ഭിന്നത്തിനെ മിശ്ര ഭിന്നമാക്കി മാറ്റാൻ സിമ്പിളാണ്. 12നെ 5 കൊണ്ട് ഹരിക്കുക. 12നെ 5 കൊണ്ട് ഹരിച്ചാല് 2 5 10 ശിഷ്ടം 2. എന്നിട്ടാണ് ഇങ്ങനെ എഴുതണം. ആന്റി ക്ലോക്ക് വൈസിൽ എഴുതണം. ആദ്യം ഹരണഫലം എഴുതണം. കണ്ടോ? പിന്നെ ഹാരകം 5. അതിന്റെ മുകളിൽ ശിഷ്ടം, ദാണ്ടെ ശിഷ്ടം 2. അപ്പോൾ നമ്മുടെ ഉത്തരം 2ഉം 5ൽ 2 ദിവസം എന്ന് വരും ആൻസർ. കണ്ടോ? സിമ്പിളായിട്ട് പറയാൻ പറ്റിയില്ലേ? ഇത്ര ഉള്ള പരിപാടി സിമ്പിളാണ്. ഇങ്ങനെ ചെയ്ത് പഠിക്കണം നിങ്ങൾ. കണ്ടോ? സോ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് പരിശീലിക്കണം. സോ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ബുക്ക് എടുത്ത് പതിയെ ഒന്ന് ചെയ്തു നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കും. തുടർന്ന് അങ്ങോട്ട് നിങ്ങൾ ചെയ്ത് പരിശീലിക്കണം. ഒരിക്കലും മാത്സിന്റെ ക്ലാസ് കണ്ടുപഠിക്കരുത്. കണ്ടുപഠിച്ചാൽ ഒന്നും മനസ്സിലാവത്തില്ല കേട്ടോ. ചെയ്ത് തന്നെ പഠിക്കണം. ഒരു ജോലി 12 ദിവസം. ഒരു ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ബി അതേ ജോലി 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിച്ച് അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. 12 15. 12ന്റെയും 15ന്റെ LCM ആണ് വേണ്ടത്. ഇവിടെ മക്കളെ ഏറ്റവും വലിയ സംഖ്യ 15. 15നെ 12 കൊണ്ട് ഹരിക്കാൻ പറ്റൂല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 15ന്റെ അടുത്ത മൾട്ടിപ്പിൾ, 15ന്റെ രണ്ടാമത്തെ ഗുണിതം, 15 2 30. 30നെ 12 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റൂല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 15ന്റെ മൂന്നാമത്തെ ഗുണിതത്തിലേക്ക് പോവുക. 15ന്റെ മൂന്നാമത്തെ ഗുണിതം എന്ന് പറഞ്ഞാല് 15 3 45. സോ 45നെ 12 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 15ന്റെ നാലാമത്തെ ഗുണിതത്തിലേക്ക് പോകണം. 15ന്റെ നാലാമത്തെ ഗുണിതം ഏതാ? 15 × 4 60. 60നെ 12 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് 60 LCM. അത്രേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം. ഒന്നുകിൽ ഏറ്റവും വലിയ സംഖ്യ വരാം LCM, അല്ലെങ്കിൽ അതിന്റെ രണ്ടാമത്തെ ഗുണിതം വരാം, അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4. അതിനപ്പുറത്തേക്ക് പോകത്തില്ല. അത്രേ വരത്തുള്ളൂ. അത് ടൈം ആൻഡ് വർക്കിന്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ കൂടുതൽ കാട് കയറി ചിന്തിക്കേണ്ട. അപ്പൊ 60 LCM. 12 ദിവസം കൊണ്ടാണ് 60 ജോലി ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം ചെയ്യുന്ന 60/12 5 ജോലിയാണ്. അതേപോലെ 15 ദിവസം കൊണ്ടാണ് 60 ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 60/15 4. കണ്ടോ? അങ്ങനെ
എയും ബിയും കൂടെ ഒരു ദിവസം ചെയ്യുന്നത് 5 ഉം 4 ഉം 9 ജോലിയാണെന്ന് മനസ്സിലായി. എയും ബിയും കൂടെ ഒരു ദിവസം ചെയ്യുന്നത് 5 ഉം 4 ഉം 9 ജോലിയാണ്. നമുക്ക് തീരേണ്ടത് 60. നമുക്ക് തീരേണ്ടത് എത്ര? 60 ജോലിയാ. ദിവസങ്ങളുടെ എണ്ണം എത്ര എന്ന ചോദ്യം. എന്ത് ചെയ്താൽ മതി? 60നെ 9 കൊണ്ട് ഹരിച്ചാൽ മതി. എടാ മൊത്തത്തിൽ തീരേണ്ടത് 60, ഒരു ദിവസം ചെയ്യുന്ന 9, 60നെ 9 കൊണ്ട് ഹരിച്ചാൽ മതി. സോ വെട്ടിക്കോ. എത്ര കൊണ്ട് വെട്ടാം? 3 കൊണ്ട് വെട്ടാം. 3 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. 60നെ 3 കൊണ്ട് ഹരിച്ചാൽ 20, 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3, 20നെ 3 കൊണ്ട് ഹരിച്ച ആൻസറായി. 20നെ 3 കൊണ്ട് ഹരിക്കുക. സോ ഇവിടെ 20നെ 3 കൊണ്ട് ഹരിച്ചാൽ 6 3 18, ശിഷ്ടം 2. ഇനി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എഴുതിക്കോ. ആദ്യം ഹരണഫലം, പിന്നെ ഹാരകത്തിന്റെ മുകളിൽ ശിഷ്ടം. ഉത്തരം 6 ഉം 3 ൽ 2 ദിവസം എന്ന് എഴുതി അവസാനിപ്പിച്ചാൽ 1 മാർക്ക് നമുക്ക് വെട്ടിയില്ലാവും. ഇത്രേ ഉള്ളൂ പരിപാടി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം, എയും ബിയും ചേർന്ന് ഒരു ജോലി 24 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അപ്പൊ നോക്കിക്കോണേ, എയും ബിയും ചേർന്നിട്ട് ഒരു ജോലി 24 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. നമ്മൾ എഴുതി വെച്ചു. എ തനിയെ ആ ജോലി 40 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എ തനിയെ എത്ര ദിവസമാണ്? 40, 40. കണ്ടുപിടിക്കേണ്ടത് ബി തനിയെ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് ചോദിച്ചത്. ഇവിടെ മക്കളെ ബി തനിയെ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് ചോദിച്ചത്. ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക. അതിനെ ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ ആകെ ജോലിയായിട്ട് പരിഗണിക്കുക. 24 40. 24ന്റെ 40ന്റെ LCM ഏറ്റവും വലിയ സംഖ്യ 40. 40നെ 24 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റൂല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 40ന്റെ അടുത്ത ഗുണിതത്തിലേക്ക് പോകണം. 40ന്റെ അടുത്ത ഗുണിതം എന്ന് പറഞ്ഞാൽ 40 × 2 80 ആണ്. ആ 80നെ 24 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 40ന്റെ മൂന്നാമത്തെ ഗുണിതത്തിലേക്ക് പോകണം. 40ന്റെ മൂന്നാമത്തെ ഗുണിതം എന്ന് പറഞ്ഞാൽ 40 × 3 120 ആണ്. അപ്പോൾ 120നെ 24 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ 120 ആണ് LCM. ഇത്ര ഉള്ള പരിപാടി. ഒന്നും കൂടെ, ഏറ്റവും വലിയ സംഖ്യ 40 ആണ്. 40നെ 24 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുകയല്ല. 40ന്റെ അടുത്ത മൾട്ടിപ്പിൾ 80. 80 ആണെങ്കിലും 24 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. 40ന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ 40 × 3 120 ആണ്. 120നെ 40 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് 120 ആണ് LCM. അതിനെ ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ ആകെ ജോലിയായിട്ട് പരിഗണിക്കുക. ഓക്കെ. ഇനി 24 ദിവസം കൊണ്ടാണ് 120 ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 120/24, അതായത് 5 ജോലിയാണ് ഒരു ദിവസം ചെയ്യുന്നത്. എങ്ങനെ 5 കിട്ടിയത്? 120നെ 24 കൊണ്ട് ഹരിച്ചു. എടാ 40 ദിവസം കൊണ്ട് 120 ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 120/40 3 ജോലിയാണെന്ന് മനസ്സിലായി. അതായത് എയും ബിയും കൂടെ ഒരു ദിവസം ചെയ്യുന്നത് 5 ജോലി. എയും ബിയും കൂടെ ഒരു ദിവസം ചെയ്യുന്നത് 5 ജോലിയാണ്. അതിൽ എ തനിയെ 3 ജോലി ചെയ്യുന്നുണ്ട്. എയും ബിയും കൂടെ 5 ജോലി ചെയ്യുന്നു. അതില് എ മാത്രം 3 ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ എയുടെ കോൺട്രിബ്യൂഷൻ ഈ 3 എണ്ണം. അപ്പം ബാക്കിയുള്ള 2 എണ്ണം ആരാ ചെയ്യുന്നത്? ബിയാ. അപ്പോൾ ബാക്കിയുള്ള 2 ജോലി ചെയ്യുന്നത് ആരാ? ബിയാ.
അപ്പോൾ ബി ഒരു ദിവസം ചെയ്യുന്നത് 2 ജോലിയാണെന്ന് മനസ്സിലായില്ലേ? എയും ബിയും കൂടെ ചേർന്നിട്ട് ഒരു ദിവസം ചെയ്യുന്നത് 5 ജോലി. എ തനിയെ ഒരു ദിവസം 3. അപ്പൊ എ 3 എണ്ണം ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള 2 എണ്ണം ചെയ്യുന്നത് ബി അല്ലേ? അപ്പോൾ ബി ഒരു ദിവസം ചെയ്യുന്നത് 2 ജോലി. ബി ഒരു ദിവസം ചെയ്യുന്നത് 2 ജോലി. നമുക്ക് തീരേണ്ടത് എത്ര? നമുക്ക് തീരേണ്ടത് 120. നമുക്ക് തീരേണ്ടത് 120. ഒരു ദിവസം 2 ജോലി വെച്ച് ചെയ്താൽ 120 ജോലി തീരണമെങ്കിൽ 60 ദിവസം വേണ്ടേ? അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ സിമ്പിൾ ആയിട്ട് കണ്ടേ, മൊത്തത്തിൽ തീരേണ്ടത് 120. ഒരു ദിവസം ചെയ്യുന്നത് 2. 120 2 കൊണ്ട് ഹരിച്ചാല് 60 എന്ന് വരും. ഉത്തരം 60 ദിവസം എന്ന് എഴുതി അവസാനിപ്പിച്ചാൽ 1 മാർക്ക് നമ്മുടെ പെട്ടിയിലേക്ക് വരുമോ? ഇത്രേ ഉള്ളൂ പരിപാടി. കണ്ടോ, സിമ്പിൾ ആണ്. കണ്ടോ, ഇങ്ങനെ LCM മെത്തേഡ് വഴിയാണ് പ്രോബ്ലം ചെയ്ത് പഠിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പഠിച്ചു. ചോദ്യം, എയും ബിയും ചേർന്ന് ഒരു ജോലി 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അപ്പൊ നമ്മൾ പതുക്കെ എയും ബിയും ചേർന്ന് ഒരു ജോലി 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എ തനിയെ അതേ ജോലി 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എഴുതി വെച്ചു. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിച്ച് അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. 6ന്റെ 8ന്റെ LCM എത്ര? ഏറ്റവും വലിയ സംഖ്യ 8. 8നെ 6 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 8ന്റെ അടുത്ത മൾട്ടിപ്പിളിലേക്ക് പോകണം. 8ന്റെ രണ്ടാമത്തെ ഗുണിതം. 8ന്റെ രണ്ടാമത്തെ ഗുണിതം എന്ന് പറഞ്ഞാൽ 8 2 16. 16നെ 6 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റൂല്ല, നടക്കത്തില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 8ന്റെ മൂന്നാമത്തെ ഗുണിതത്തിലേക്ക് പോകണം. 8ന്റെ മൂന്നാമത്തെ ഗുണിതം എന്ന് പറഞ്ഞാൽ 8 3 24. ആ 24നെ 6 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് 24 ആണ് അവിടുത്തെ LCM എന്ന് മനസ്സിലായി. കണ്ടോ, 6 ദിവസം കൊണ്ടാണ് 24 ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 24/6 4 ജോലിയാണെന്ന് മനസ്സിലായി. 8 ദിവസം കൊണ്ടാണ് 24 ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന 24/8 3 ജോലിയാണെന്ന് മനസ്സിലായി. കണ്ടോ, 6 ദിവസം കൊണ്ട് 24 ജോലി ചെയ്യുന്നു. അപ്പൊ ഒരു ദിവസം ചെയ്യുന്നത് 24/6 4. 8 ദിവസം കൊണ്ട് 24 ജോലി ചെയ്താൽ ഒരു ദിവസം ചെയ്യുന്നത് 24/8 3 ആണെന്ന് മനസ്സിലായി. ചുരുക്കി പറഞ്ഞാൽ എയും ബിയും കൂടെ ഒരു ദിവസം, എടാ മക്കളെ, എയും ബിയും കൂടെ ഒരു ദിവസം 4 ജോലിയാണ് ചെയ്യുന്നത്. അതിൽ എ മാത്രം, ആ 4 എണ്ണത്തിനകത്ത് എ മാത്രം ഒരു ദിവസം 3 എണ്ണം ചെയ്യുന്നുണ്ട്. ആകെ എയും ബിയും കൂടെ ചേർന്ന് 4 എണ്ണം ചെയ്യത്തുള്ളൂ. അതിൽ 3 എണ്ണവും ചെയ്യുന്ന ആരാ? എയാ. അപ്പൊ ബാക്കിയുള്ള ഒരു ജോലി മാത്രമേ ആര് ചെയ്യുന്നുള്ളൂ? ബി. അപ്പോൾ ബി ഒരു ദിവസം ചെയ്യുന്നത് ഒരു ജോലിയാണെന്ന് മനസ്സിലായി. ബി ഒരു ദിവസം ചെയ്യുന്നത് ഒരു ജോലിയാണെന്ന് മനസ്സിലായി. ഒരു ദിവസം ഒരു ജോലി ചെയ്താൽ 24 ജോലി തീരണമെങ്കിൽ 24 ദിവസം വേണ്ടേ? എടാ, ഓരോ ദിവസം ഓരോന്നല്ലേ ചെയ്യുന്നുള്ളൂ. ഒരു ദിവസം 1, അടുത്ത ദിവസം 1, അടുത്ത ദിവസം 1, അങ്ങനെ തീരേണ്ടത് 24 ജോലിയാ. ഒരു ദിവസം ഒരു ജോലി വെച്ച് ചെയ്യുന്നുള്ളെങ്കിൽ 24 ദിവസം കൊണ്ടല്ലേ 24 ജോലി തീരത്തുള്ളൂ. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഉത്തരം 24. അല്ലെങ്കിൽ മൊത്തത്തിൽ തീരേണ്ടത് 24. ഒരു ദിവസം ചെയ്യുന്നത് 1. 24നെ 1 കൊണ്ട് ഹരിച്ചാല് ഉത്തരം 24. ആൻസർ 24. 24 ഡേയ്സ് എന്ന് എഴുതി അവസാനിപ്പിക്കുക. ഉത്തരം 24 എന്ന് വരും ആൻസർ. സിമ്പിൾ അല്ലേടാ? സോ അങ്ങനാണെങ്കിൽ ദാ പിടിച്ചോ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്ടേ. എയും ബിയും ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ആണേ ആണ്ടേ, എയും ബിയും കൂടെ ചേർന്നിട്ട് ഒരു ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എ തനിയെ അതേ ജോലി 18 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എ തനിയെ അതേ ജോലി 18 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ചോദ്യം, ബി തനിയെ
ബി തനിയെ ബി തനിയെ ബി തനിയെ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിച്ചത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. 12, 18 LCM, 12ന്റെയും 18ന്റെ LCM. ഏറ്റവും വലിയ സംഖ്യ 18. 18നെ 12 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുകയില്ല. സോ അതുകൊണ്ട് 18ന്റെ അടുത്ത ഗുണിതത്തിലേക്ക് പോവുക. 18ന്റെ അടുത്ത ഗുണിതം എന്ന് പറഞ്ഞാല് 18ന്റെ രണ്ടാമത്തെ ഗുണിതം 18 2 36 ആണ്. ആ 36നെ 12 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് 36 ആണ് LCM. ഇനി 12 ദിവസം കൊണ്ടാണ് 36 ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവെന്ന് പറഞ്ഞാൽ 36/12 3 ആ 36നെ 12 കൊണ്ട് ഹരിച്ചാൽ 3 വരും. 18 ദിവസം കൊണ്ടാണ് 36 ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 36/18 2 ജോലിയാണെന്ന് മനസ്സിലായി. അങ്ങനെ നമുക്കൊരു കാര്യം മനസ്സിലായി, എയും ബിയും കൂടെ ഒരു ദിവസം ചെയ്യുന്നത് 3 ജോലിയാ അല്ലെ? എയും ബിയും കൂടെ ഒരു ദിവസം ചെയ്യുന്നത് 3 ജോലിയാ. എ തനിയെ ഒരു ദിവസം 2 ജോലി ചെയ്യും. എയും ബിയും കൂടെ ഒരു ദിവസം ആകെ 3 ജോലി ചെയ്യുന്നത്. അതിൽ 2 എണ്ണവും ചെയ്യുന്നത് എയാ. അപ്പം ബാക്കിയുള്ള ഒരു ജോലിയല്ലേ ബി ചെയ്യുന്നത്. അപ്പോൾ ബി തനിയെ ഒരു ദിവസം ചെയ്യുന്നത് 1 ജോലിയാണെന്ന് മനസ്സിലായി. ബി തനിയെ ആ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്രയെന്നാണ് ചോദിച്ചത്. ഒരു ദിവസം ചെയ്യുന്നത് 1 ജോലി. നമുക്ക് തീരേണ്ടത് 36 ജോലിയാ. ഒരു ദിവസം 1 ജോലി വെച്ച് ചെയ്താൽ 36 ദിവസം കൊണ്ടല്ലേ 36 ജോലി തീരത്തുള്ളൂ. അല്ലെങ്കിൽ സിമ്പിളാണ്, മൊത്തത്തിൽ തീരേണ്ടത് 36. ഒരു ദിവസം ചെയ്യുന്നത് 1, 36നെ 1 കൊണ്ട് ഹരിച്ച 36 തന്നെ വരും. അപ്പോൾ ബി തനിയെ ആ ജോലി പൂർത്തിയാക്കുവാൻ 36 ദിവസം എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ചോദ്യം അവസാനിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എ ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും, ബി അതേ ജോലി ഇത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും, എയും ബിയും കൂടെ ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്ന് പഠിച്ചു. രണ്ടാമത് എയും ബിയും ചേർന്ന് ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും, എ തനിയെ ഇത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും, ബി തനിയെ ക്വസ്റ്റ്യൻ മാർക്ക്, അതും പഠിച്ചു. സോ ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോയി, അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഫോർമേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിലായിരിക്കും ഒരുപാട് പേര് പഠിക്കുന്നത്. സോ കൃത്യമായിട്ടൊരു പ്ലാനും പദ്ധതികളും നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടാറില്ല. സോ അതുകൊണ്ട് നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ CCയിലെ പുതിയ ബാച്ച് എല്ലാ ഡ്രൈവർ പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലെ ഡ്രൈവർ കോംബോ റൺവേ എന്ന് പറയുന്ന ഒരു ബാച്ച്. സോ റൺവേയിലെ നമ്മൾ ഒന്നാമതെത്താൻ ഡ്രൈവർ കോംബോ റൺവേ എന്ന് പറയുന്ന ഒരു ബാച്ച് നമ്മൾ CCയിലെ പുതുതായിട്ട് ഡ്രൈവർ പരീക്ഷകൾക്ക് മാത്രം തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, കൃത്യമായിട്ട് നിങ്ങളെ ഒരു മെന്റർ നിങ്ങളെ മോണിറ്റർ ചെയ്തുകൊണ്ട് ഓരോ ദിവസങ്ങളും ആ മെന്റർ നിങ്ങളോട് പറയും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പഠിക്കേണ്ടത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം തന്നുകൊണ്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് കൃത്യമായ ഒരു ഡയറക്ഷൻ, ഒരു പ്ലാനിങ്, സിലബസ് അനുസരിച്ച് കൃത്യമായ ടൈം ടേബിളോടുകൂടി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. വളരെയധികം ഉപകാരപ്പെടുന്ന ബാച്ചില് സ്ഥിരമായിട്ട് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടെന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. മാത്രമല്ല മോഡൽ എക്സാമുകൾ ഉണ്ടാവും. ഒരു ടോപ്പിക്ക് പഠിച്ചാൽ അതിന്റെ മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് അവിടെ ആപ്പിൽ ചെയ്തു നോക്കാൻ പറ്റും. OMR എക്സാമുകളും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. വളരെയധികം സാധ്യതകൾ ഉള്ള ഈ ഒരു ബാച്ച്, റിസൾട്ട് ഓറിയന്റഡ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ താഴെ കാണുന്ന ഈ ബോർഡ് നമ്പർ 8590202323 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. വളരെയധികം റിസൾട്ട് ഓറിയന്റഡ് ഒരു ബാച്ചായിട്ട് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിലും കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി കൃത്യമായ ഒരു ഡയറക്ഷനിൽ കൃത്യതയോടുകൂടി നിങ്ങൾക്ക് അവിടെ
പരീക്ഷയ്ക്ക് നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കി എടുക്കുവാൻ ഈ ഒരു ബാച്ചിലൂടെ സാധിക്കും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യതയാണ്. സോ അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ ഇതിന്റെ അടുത്ത ഭാഗത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ് വീണ്ടും കാണാം. ബൈ.